എന്ത് പറ്റി അഞ്ജലി? എന്താ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്ത? കാര്യം പറയാ അഞ്ജലി. അഞ്ജലി എന്തോന്നും മിണ്ടാത്ത? എന്താ സംഭവിച്ച? എന്താണെന്ന് പറ. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്തെറിഞ്ഞതിനുള്ള ശിക്ഷയായത്. എന്റെ അച്ഛനും അമ്മയും എനിക്ക് കൽപ്പിച്ചു നൽകിയ ശിക്ഷ. എന്റെ കഴുത്തിൽ ഈ താലിമാല അവര് കണ്ടുപിടിച്ചു. രാജീവ് അത് കെട്ടിയതെന്ന് അവർക്ക് മനസ്സിലായി. അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുക. എങ്ങോട്ട് പോണം, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. ഞാൻ സ്വന്തം കുടുംബത്തെ വഞ്ചിച്ച് കല്യാണം കഴിച്ച എന്റെ ബലം ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. ഇവിടെ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ആരോടും എനിക്കൊന്നും പറയാനുമില്ല. രാജീവിന് പോവാം. ഞാൻ എവിടെ പോവാനാ? ഞാൻ എവിടെ പോവാൻ? താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? നമ്മുടെ കാര്യം ഇയാളുടെ വീട്ടിലറിഞ്ഞ അതോടെ ഞാൻ തന്നെ ഉപേക്ഷിച്ച് പോണോന്നാണോ? ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിപ്പോ ഞാനും എന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം. ഈ ശിക്ഷ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. നോ, യു ആർ റോങ്. അങ്ങനെ തനിക്ക് മാത്രമായിട്ട് ഒരു പ്രശ്നം ഇവിടെ ഇല്ല അഞ്ജലി. അങ്ങനെ താൻ കരുതാൻ വേണ്ട. വീട്ടുകാരെ അറിയിക്കാതെ കല്യാണം കഴിച്ചോന്ന തെറ്റിനാണല്ലോ അവര് തന്നെ പുറത്താക്കിയത്. ആ കല്യാണം കഴിച്ചാണ് ഞാന്. അപ്പൊ പിന്നെ ആ തെറ്റിന് എനിക്കുമില്ലേ തുല്യ പങ്കാളിത്തം? അതിനുള്ള ശിക്ഷ എനിക്കും ബാധകമാണെന്നർത്ഥം. ഇവിടെ തെറ്റ് ശരിയൊന്നും ഇല്ല രാജീവ്. വിശ്വാസവഞ്ചന ഞാൻ എന്റെ വീട്ടുകാരോട് കാട്ടിയതാ. അതിന് മാപ്പില്ല. മനഃപൂർവ്വം അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാരെ വഞ്ചിച്ചു. അത് അവരായിട്ട് അറിയും മുന്നേ ഞാൻ തന്നെ ഏറ്റു പറഞ്ഞ് മാപ്പിരക്കണമെന്ന് കരുതിയതാ. പക്ഷെ നടന്നില്ല. വിധി ഇങ്ങനെ ചിലത് വരാനായിരുന്നു. അത് വന്നു, അത്ര തന്നെ. ഇത് വെറും വിധിയല്ല അഞ്ജലി. ഇതിന് പിന്നിൽ ഒരു ചതി നടന്നിട്ടുണ്ട്. നമ്മൾ അറിയാത്ത എന്തോ ഒരു ചതി. അതാരാണെന്ന് വേണം ആദ്യം മനസ്സിലാക്കാൻ. ഇവിടെ ചതിച്ചത് മറ്റാരുമല്ല രാജീവൻ, നമ്മൾ തന്നെയാ നമ്മുടെ വീട്ടുകാരെ ചതിച്ചത്. ഞാൻ എന്റെ വീട്ടുകാരെ, രാജീവിന്റെ വീട്ടുകാരെയും ചതിച്ചു. അതാ സത്യം. നടത്തിയ ചതിക്ക് വിചാരണ കൂടാതെ അമ്മ എനിക്ക് മാത്രം കൽപ്പിച്ചെന്ന ഈ വിധി ഞാൻ മാത്രം അനുഭവിച്ചാ മതി. ഇതില് രാജീവിനൊന്നും ചെയ്യാനില്ല. ചെയ്യാനുണ്ട്, എനിക്കേ ഉള്ളു ചെയ്യാൻ. ഇങ്ങനെ അഞ്ജലിക്ക് മാത്രമായിട്ട് ഒരു ദുർവിധി ഇവിടെ നടക്കുമ്പോ ഞാൻ മാറി നിൽക്കില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മളത് നേരിടും, ഒരുമിച്ച്. അതാണ് എന്റെ തീരുമാനം. താനെന്നല്ല ആര് വിചാരിച്ചാലും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും.